ആ ഈ കഥയുടെ പേര് അമേരിക്കയിലേക്ക് ഒരു കപ്പൽ യാത്രയെന്ന്. അത് എൻ്റെ ഒരു ഫ്രണ്ട് ഈ അടുത്ത കാലത്ത് മരണപ്പെട്ട് പത്രങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു, അനിരുദ്ധൻ, ഡോക്ടർ അനിരുദ്ധൻ. അമേരിക്കയിൽ എസ് ന്യൂട്രീഷൻ എന്ന് പറയുന്ന ഫാക്ടറിയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ മലയാളി അസോസിയേഷൻ്റെ ആദ്യത്തെ സ്ഥാപകന്മാരിൽ ഒരാളായിരുന്നു. ഈ നമ്മളിവിടുന്ന് പോകുന്ന പല മന്ത്രിമാർ, ഇപ്പോൾ പിണറായി വിജയൻ, കരുണാകരൻ, പിന്നെ നയനാര്, അച്യുതാനന്ദൻ പാടണ്ടെന്ന് അറിഞ്ഞു. ഇങ്ങനെയുള്ള ആളുകളെല്ലാം അമേരിക്കയിൽ ചെല്ലുമ്പോൾ താമസിക്കുന്നത് ഇയാളുടെ കൂടെ. ഇയാൾക്ക് അവിടെ ഒരു വലിയ ബംഗ്ലാവ് ഉണ്ടായിരുന്നു. ആ ബംഗ്ലാവ് മാത്രമല്ല, ആ ബംഗ്ലാവിൽ ഇയാളുടെ ഫ്ലൈറ്റ് ഇറക്കാനുള്ള 2 സീറ്റഡ് ഫ്ലൈറ്റുകളുണ്ട്. അങ്ങനത്തെ ഫ്ലൈറ്റിൻ്റെ ഉടമയും കൂടി ഇയാൾ. ഫ്ലൈറ്റ് ഇറക്കാനുള്ള സംവിധാനമുണ്ട്. ആ ഫ്ലൈറ്റ് ഇടാനുള്ള വലിയ ഷെഡുമൊക്കെ ഉണ്ട്. പക്ഷേ പിന്നീട് ഇയാളും ഭാര്യയും തമ്മിലുള്ള ഇല്ലായ്മ തുടർന്ന് അവർ ഡൈവേഴ്സായി. അപ്പോൾ അമേരിക്കൻ നിയമം അനുസരിച്ച് ഇയാൾക്കുള്ള സ്വത്തിൻ്റെ പകുതി അവർക്ക് കൊടുക്കണം. അല്ലെങ്കിൽ പിന്നെ മക്കളുള്ളതെങ്കിൽ ആ മക്കൾക്കെല്ലാം ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ അങ്ങനെ ഇയാൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഈ വീട് പെയിൻറ്റ് ചെയ്യാൻ തന്നെ ഒരു 5-6 ലക്ഷം രൂപ വേണ്ടി വരും. അപ്പോൾ ഇവർക്കതൊരു ബാധ്യത ആയിക്കോട്ടെ എന്ന് വെച്ചിട്ട് ഈ വീട് അവർക്ക് കൊടുക്കും. പിന്നെ കുറേ കയ്യെല്ലാം ബാങ്കിലുണ്ടായിരുന്ന കുറേ സ്റ്റോക്കുകളൊക്കെ കൊടുക്കും. പക്ഷേ എന്ത് സംഭവിച്ചതെന്ന് വെച്ചാൽ അവർ ഈ വലിയ വീട് പിന്നെ വിറ്റുകളഞ്ഞ് കാശ് പിള്ളേർ പോയിക്കളഞ്ഞു, നാട്ടിലോട്ട് പോയിക്കളഞ്ഞു. അങ്ങനെ പിന്നെ അയാൾ വേറെ ചെറിയ വീടൊക്കെ വാങ്ങിച്ച് താമസിക്കുകയായിരുന്നു. അപ്പോൾ അയാൾ പോകുന്നതിന് മുമ്പ്, അപ്പോൾ അന്ന് ഇയാളുടെ പരിപാടി എന്ന് വെച്ചാൽ അന്ന് അമേരിക്കയിൽ അയാൾ ഗവേഷണത്തിന് പോവുകയാണ്, റിസർച്ച് ചെയ്യണം, PhD എടുക്കണം. അതിനുവേണ്ടിയാണ് ഇയാൾ പോകുന്നത്. ആ പോകുമ്പോൾ അന്ന് അമേരിക്കയിലൊരു ഫ്ലൈറ്റിലാണെങ്കിൽ 4000 രൂപയുള്ളൂ. ഇപ്പോഴേ കപ്പലിലാണെങ്കിൽ 6000 രൂപ കൊടുക്കണം. കപ്പലിൻ്റെ പ്രത്യേകത, കപ്പൽ ഓരോ തുറമുഖത്തും അടുത്തടുത്ത് 6 മാസം കൊണ്ട് അവിടെ എത്തുള്ളൂ. ഫ്ലൈറ്റാണെങ്കിൽ പിറ്റേ ദിവസം തന്നെ ചിലപ്പോൾ അവിടെ, അല്ലെങ്കിൽ അതിൻ്റെ ചിലപ്പോൾ ഒരു ട്രാൻസിഷൻ ഉണ്ടാകും. അത് കഴിഞ്ഞാൽ പിന്നെ അമേരിക്കയിലെത്തും, സിംഗപ്പൂർ അല്ലെങ്കിൽ ഏതെങ്കിലും സ്ഥലത്തൊരു ചേഞ്ച് വരും. ആ ചേഞ്ച് കഴിഞ്ഞാൽ പിന്നെ അടുത്തത് സ്ട്രേറ്റ് അവേ അമേരിക്കയാണ്. സമയം ദിവസവും ലാഭിക്കാം, കാശും ലാഭിക്കാം. പക്ഷേ എന്നിട്ടും ഇയാൾ കപ്പലിലെ യാത്ര ചെയ്യാൻ തന്നെ. അതെന്തപ്പോൾ എനിക്കത് മനസ്സിലായില്ല. ഞാനും ഇയാളും കൂടെ പോയിട്ടാണ് ഫോർട്ട് കൊച്ചിയിലുള്ള ഒരു പ്രസിഡൻഷ്യൽ ലൈൻസ് എന്ന് പറയുന്ന ഏജൻസിയെ കൊണ്ട് ഇയാൾക്കുള്ള ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നത്. ആ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നത് വെച്ചാൽ ഡബിൾ റൂമിൽ സിംഗിൾ അക്കോമഡേഷൻ. അത് ഡബിൾ റൂം വേണം. അപ്പോൾ ഡബിൾ റൂമിൽ സിംഗിൾ അക്കോമഡേഷൻ ആണെങ്കിൽ പൈസ കുറവാണ്. പക്ഷേ ആ പൈസ കുറവിൻ്റെ നേട്ടമല്ല ഇയാൾ പ്രതീക്ഷിക്കുന്നത്. ഇയാൾ പ്രതീക്ഷിക്കുന്നത് അതിൻ്റെ അകത്ത് ഏതെങ്കിലും ഒരു സായിപ്പിനെ കിട്ടും. ഈ യാത്രയ്ക്കിടയിൽ ഇത്ര വലിയ കപ്പൽ ആഴ്ചകൾ കഴിഞ്ഞിട്ടില്ല, ചിലപ്പോൾ 6 മാസമൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും അവിടെ എല്ലാ തുറമുഖങ്ങളും കയറി ഇറങ്ങി, അവിടെ ആളുകളെ കയറ്റി ഇറക്കി. പിന്നെ ചിലപ്പോൾ ചില സ്ഥലത്തൊക്കെ തുറമുഖത്തൊക്കെ 2-3 ദിവസമൊക്കെ പാർക്ക് ചെയ്ത് ഹാങ്ങർ ചെയ്ത് അവിടുന്ന് ആളുകൾക്ക് പർച്ചേസ് ചെയ്യാനും ഷോപ്പിങ്ങിന് സൈറ്റ് സീൻ കാണാനൊക്കെ സൗകര്യം ചെയ്ത് കൊടുക്കും. അതിന് തിരിച്ച് വന്ന ടൈമിനായിരിക്കും പോകുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു കപ്പലിലാണ് ഇയാൾ പോകുന്നത് ഡബിൾ റൂമിൽ സിംഗിൾ അക്കോമഡേഷൻ. അപ്പോൾ എനിക്കിതൊന്നും മനസ്സിലാകുന്നില്ലായിരുന്നു. ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്യാൻ ഞാനും കൂടെ പോയെങ്കിലും അതൊക്കെ ആ സ്ഥലങ്ങളൊന്നും അറിഞ്ഞുകൊണ്ടിരുന്നു. ഞാനും കൂടെ പോയിട്ടാണ് ഇതൊക്കെ ഏർപ്പാട് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അയാൾ പറഞ്ഞ്, അത് തനിക്ക് സാറിന് മനസ്സിലാകും, എനിക്ക് അറിയാം. ഞാൻ പറഞ്ഞത് എന്തിനാണ് ഇത്ര കാശ് ചിലവാക്കി, ഇങ്ങനെ ഇത്ര ഡിലേ ഉണ്ടാക്കി അവിടെ പോകണമെന്നാണ്. ഇയാൾ കൊല്ലത്തുകാരനാണ്. ഈ കൊല്ലത്തുകാരൻ്റെ ഇംഗ്ലീഷ് എന്ന് പറയുന്ന ഒരു വളച്ച ഇംഗ്ലീഷാണ്. ഒരു ഇടം തിരിച്ച് ഇംഗ്ലീഷാണ്. അതായത് കോൺവെക്കേഷൻ, ഈ കോൺവെക്കേഷൻ എന്നുള്ള കോൺവെക്കേഷൻ, കോളേജ്, യൂണിവേഴ്സിറ്റി ഇങ്ങനെയൊക്കെ പറയുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള ആ വൊക്കാബുലറിയും ആ പ്രൊനൗൺസിയേഷനൊക്കെ ഒന്ന് മാറ്റി നല്ല ഇംഗ്ലീഷ് സംസാരിക്കണേ, നല്ല ഇംഗ്ലീഷുകാരുടെ കൂടെ സംസാരിച്ച് വേണമെങ്കിൽ പോകാൻ. അപ്പോൾ അങ്ങനെ 6 മാസം കൂടെ ഒരു റൂംമേറ്റിന് കിട്ടുകയാണെങ്കിൽ 6 മാസം കൊണ്ട് ഇയാൾക്ക് അവിടെ എത്തുമ്പോൾ ഇംഗ്ലീഷ് പഠിക്കാൻ പറ്റും, സ്പോക്കൺ ഇംഗ്ലീഷ് പഠിക്കാൻ. അതാണ് അയാളുടെ ഉദ്ദേശം. അങ്ങനെ അയാൾ 6 മാസം കൊണ്ട് എത്തുന്ന ഈ കപ്പലിൽ ഞാനും കൂടെ പോയിട്ടാണ് ഇയാളെ കപ്പൽ കയറ്റി വിടുന്നത്. അപ്പോൾ കപ്പൽ പോകുന്നതിന് മുന്നേ
ഇയാൾ വീട്ടിൽ നിന്ന് ഇയാൾ ഒറ്റയ്ക്ക് അപ്പോൾ ഞാൻ പെട്ടെന്ന് എനിക്ക് പോകണം, നിങ്ങൾ പിന്നെ വന്നാൽ മതി, ഞാൻ വിവരം അറിയിക്കാം, എനിക്ക് അത്യാവശ്യം എറണാകുളത്ത് പോയിട്ട് കാര്യമുണ്ടെന്നും പറഞ്ഞാൽ എറണാകുളത്ത് ലിസി ആശുപത്രിയിൽ നിന്ന് അഡ്മിറ്റ് ചെയ്തു. പൈൽസ് ഓപ്പറേഷൻ. അത് ആ കണക്കൂട്ടലെന്ന് വെച്ചാൽ അമേരിക്കയിൽ പോയിട്ട് പൈൽസ് ഓപ്പറേഷൻ ചെയ്യുമ്പോൾ ഇയാളുടെ കയ്യിലുള്ള ഡോളറെല്ലാം തീരും. അപ്പോൾ അതുകൊണ്ട് ഇയാൾ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഇവിടെ ഓപ്പറേറ്റ് ചെയ്ത് നിസ്സാര കാശ് ഇവിടെ ആവുള്ളൂ നമ്മുടെ നാട്ടിൽ. അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ഒരു 1-2 ആഴ്ച അവിടെ കിടന്നത് മുറിവൊക്കെ ഉണങ്ങാൻ വേണ്ടി. അത് കഴിഞ്ഞ് വീട്ടിൽ വിളിച്ച് പറഞ്ഞു ഞാൻ പോയിട്ടില്ല, നിങ്ങൾ വരാൻ. അങ്ങനെ ഇയാളുടെ വൈഫ് ഉഷയും എല്ലാം കൂടെ അവിടെ ചെന്ന് യാത്രയപ്പ് നടത്തി അയാൾ വിടുകയും ചെയ്തു. അങ്ങനെ അയാൾ ഒരു സാഹസിക യാത്ര ചെയ്താണ് അമേരിക്കയിലെത്തുന്നത്.